വർഷം 2024 ജാനുവരി 20 മാണ്ഡ്യ, കർണാടക. മാണ്ഡ്യയിലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ദീപിക എന്ന ടീച്ചർ ജോലി ചെയ്തു വരികയായിരുന്നു. നോർമലായി രാവിലെ 9 മണിക്ക് തൻ്റെ സ്കൂട്ടിയെടുത്ത് വീട്ടിൽ നിന്നിറങ്ങുന്ന ദീപിക ബസ് സ്റ്റാൻഡിൽ സ്കൂട്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ബസ്സിൽ കയറിയാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അന്നേ ദിവസം ബസ് മിസ്സായി. സോ സ്കൂട്ടി ഓടിച്ച് ദീപിക സ്കൂളിലേക്ക് പോയി. അന്നുച്ചയ്ക്ക് 1:30 ദീപികയുടെ ഭർത്താവായ ലോകേഷ് ദീപികയെ ഫോണിൽ വിളിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ ആ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു സ്റ്റാഫിൻ്റെ നമ്പറിലേക്ക് ലോകേഷ് വിളിച്ചു. അപ്പോൾ അവർ ദീപിക ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ നിന്നും പോയല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട ലോകേഷ് തന്നോട് പറയാതെ എവിടെയും പോകാത്ത തൻ്റെ ഭാര്യ എവിടേക്കാണ് പോയത് എന്ന് അയാൾക്ക് സംശയം തോന്നി. ഇതേ സംശയത്തോടെ തന്നെ ലോകേഷ് ദീപികയുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനും കോൾ ചെയ്ത് ദീപിക അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അവരാരും ദീപികയെ കണ്ടിട്ടില്ല എന്നും ഇന്നേ ദിവസം അവർ ആരും ദീപികയെ വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞു. സോ ഇനി ടൈം വേസ്റ്റ് ചെയ്താൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച ലോകേഷ് ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്ത അന്നേ ദിവസം വൈകുന്നേരം തന്നെ പോലീസ് ദീപികയുടെ സ്കൂട്ടി കണ്ടെത്തി. ആ സ്കൂട്ടി കണ്ടെത്തിയത് ഒരു മലയുടെ അടിവാരത്തിലായിരുന്നു. സ്കൂളിൽ നിന്നും ഇറങ്ങിയ ടീച്ചർ എന്തിനാണ് ഈ സ്ഥലത്ത് വന്നത്? ടീച്ചറിൻ്റെ സ്കൂട്ടി ഇവിടെ ഉള്ളപ്പോൾ അവർ എവിടേക്ക് പോയി? എന്താണ് ദീപിക ടീച്ചർക്ക് സംഭവിച്ചത്? 6 മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ നടന്ന ഇന്ത്യയിൽ മുഴുവൻ വൈറലായ ദീപിക ടീച്ചർ കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്രൈം ടൈമിൽ കാണാൻ പോകുന്നത്. ഞാൻ രാജേഷ് ഗോപിനാഥ്. വെൽക്കം ടു ക്രൈം ടൈം. കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമമാണ് മണിക്കാനഹള്ളി. ഇവിടെ 28 വയസ്സുള്ള ദീപിക വെങ്കടേഷ് ഗൗഡ തൻ്റെ ഭർത്താവായ ലോകേഷിനോടും 8 വയസ്സുള്ള കുഞ്ഞിനോടുമൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഇതിന് ശേഷമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത്. ലോകേഷ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടും കേസിൽ ഡെവലപ്മെൻ്റ് ഒന്നും കാണാത്തതിനാൽ അദ്ദേഹം ദീപികയുടെ സ്കൂട്ടി കണ്ടുപിടിച്ച ആ സ്ഥലത്തെത്തി ആ ഗ്രാമത്തിലുള്ള ചില ആളുകളുടെ സഹായത്തോടെ അവിടെ സെർച്ച് ചെയ്യാനായി തുടങ്ങി. അങ്ങനെ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും കുറച്ചു ദൂരത്തിൽ പരുന്തുകളും മറ്റും വട്ടമിട്ട് പറക്കുന്നത് അവർ കണ്ടു. ഇങ്ങനെ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ട് സംശയം തോന്നിയ അവർ ആ ഭാഗത്ത് പോയി അന്വേഷിക്കുവാനായി തുടങ്ങി. അങ്ങനെ പോയി നോക്കിയപ്പോൾ ആ സ്ഥലത്തെ ഒരു ഭാഗത്തെ മണ്ണ് മാത്രം ഒരു പ്രത്യേക രീതിയിൽ കിടക്കുന്നത് അവർ നോട്ടീസ് ചെയ്തു. ദീപികയുടെ ഭർത്താവായ ലോകേഷ് ആ ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ നിന്നും ദുർഗന്ധം വരുന്നത് അയാൾ മനസ്സിലാക്കി. ആ മണ്ണിനുള്ളിൽ എന്താണ് എന്നറിയാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ സഹായത്തോടെ ലോകേഷ് നോക്കാനായി തുടങ്ങി. അങ്ങനെ അവിടെ തോണ്ടി നോക്കുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ ഒരു ഭാഗം പുറത്തേക്ക് വന്നു. ഇത് കണ്ട ഉടനെ തന്നെ ലോകേഷ് പൊട്ടിക്കരയുവാനായി തുടങ്ങി. കാരണം അത് ദീപിക കാണാതായ ദിവസം ഉപയോഗിച്ചിരുന്ന ഡ്രസ്സായിരുന്നു. അങ്ങനെ അവിടെ മുഴുവനായും തോണ്ടി നോക്കിയപ്പോൾ ഒരു മൃതദേഹം അവർ കണ്ടെത്തി. അത് കാണാതായ ദീപിക ടീച്ചറുടെ മൃതദേഹമായിരുന്നു. അങ്ങനെ ദീപിക ടീച്ചർ മിസ്സിംഗ് കേസ് ദീപിക ടീച്ചർ മർഡർ കേസായി മാറി. ദീപികയുടെ മുഖം കണ്ടാൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ക്രൂരമായി തകർത്ത നിലയിലായിരുന്നു. ഇങ്ങനെ ദീപികയുടെ മൃതദേഹം കണ്ടെത്തിയ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പോലീസ് അവിടെ എത്തി ശരീരം ഓട്ടോപ്സി ചെയ്യാനായി അയച്ചു. ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ദീപികയുടെ ശരീരം കണ്ടെത്തുമെന്ന് പോലീസ് കരുതിയിരുന്നില്ല. അതേപോലെ തന്നെ ഈ കേസ് ഉടനെ തന്നെ വൈറലാകുമെന്നും പോലീസ് കരുതിയില്ല. ഇങ്ങനെ പട്ടാപ്പകൽ, അതും ജനങ്ങൾ അധികം വന്നുപോകുന്നൊരു സ്ഥലത്ത് വെച്ച് ഒരു സ്കൂൾ ടീച്ചർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്ന ഈ ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം സ്പ്രെഡാകാനായി തുടങ്ങി. അങ്ങനെ ഈ കേസ് ഇൻസ്റ്റൻ്റായി വൈറലായതോടെ പോലീസും കില്ലറെ തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച പോലീസിന് ദീപിക ടീച്ചർ കാണാതായതിന് 15 ദിവസം മുൻപ് ദീപികയ്ക്കും ഭർത്താവായ ലോകേഷിനുമിടയിൽ വലിയൊരു വഴക്കുണ്ടായി എന്ന് അയൽക്കാർ വഴി അറിയാനായി കഴിഞ്ഞു. ലോകേഷ് തന്നെയാണ് ദീപികയുടെ മൃതദേഹം കണ്ടെത്തിയത്. സോ ലോകേഷ് ആണോ ഇനി ദീപികയെ കൊലപ്പെടുത്തിയത് എന്ന സംശയത്തോടെ തന്നെ പോലീസ് ലോകേഷിനെ ചോദ്യം ചെയ്യാനായി തുടങ്ങിയപ്പോൾ ലോകേഷ് പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന്
പല ചോദ്യങ്ങളുടെയും ഉത്തരം പോലീസിന് കിട്ടാനായി തുടങ്ങി. സംഭവ ദിവസം രാവിലെ ദീപികയുടെ ഫോണിലേക്ക് 22 വയസ്സുള്ള നിതീഷ് എന്ന പയ്യൻ ഫോൺ ചെയ്തു. സ്കൂളിലേക്ക് പോയതിനു ശേഷവും പലതവണ നിതീഷ് ദീപികയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. ദീപിക ഒരു സ്കൂൾ ടീച്ചർ മാത്രമായിരുന്നില്ല, അവരൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായിരുന്നു. ദീപിക കാണാൻ ഒരു ആക്ട്രസിനെ പോലെ തന്നെ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഇടുന്നതും റീൽസ് ഇടുന്നതുമെല്ലാം പതിവായിരുന്നു. ഇതുകൊണ്ട് തന്നെ ദീപികയെ ഒരുപാട് പേർ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിരുന്നു. അങ്ങനെ ഫോളോ ചെയ്തവരിൽ നിതീഷും ഉണ്ടായിരുന്നു. നിതീഷ് മറ്റുള്ളവരെ പോലെ ഇൻസ്റ്റയിൽ മാത്രമല്ല ദീപികയെ ഫോളോ ചെയ്തത്, റിയൽ ലൈഫിലും അവൻ ദീപികയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ദീപിക താമസിച്ചിരുന്ന അതേ ഗ്രാമത്തിൽ തന്നെയാണ് നിതീഷും താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ദീപികയുടെ വീട്ടിൽ പോയി അവരെ നിതീഷ് കാണാറുണ്ടായിരുന്നു. ഇങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരാനായി തുടങ്ങി. ദീപിക നിതീഷിനെ ഒരു അനുജനായി കണ്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. നിതീഷും അവരെ ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ വാക്കുകളിൽ മാത്രമാണ് അവൻ ദീപികയെ ചേച്ചിയായി കണ്ടത് എന്ന് ദീപികയ്ക്ക് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി. നിതീഷും ദീപികയുടെ റീൽസ് എല്ലാം എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നല്ല ക്ലോസ് ആയിരുന്നു. ഇങ്ങനെ ദീപിക നിതീഷിനോട് സംസാരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യുന്നതും ദീപികയുടെ ഭർത്താവായ ലോകേഷ് വെറുക്കാനായി തുടങ്ങി. ആൾസോ അവരുടെ നൈബേഴ്സ് എല്ലാവരും ഇതെന്താ ഇവളി പയ്യനോട് എപ്പോഴും സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നത് എന്ന രീതിയിൽ മോശമായി സംസാരിക്കാനും തുടങ്ങി. ഇതുകൊണ്ട് തന്നെ ലോകേഷ് ദീപികയോട് നീ നിതീഷിനോട് സംസാരിക്കാനും അവനെ കാണാനും പാടില്ല എന്നും ആളുകൾ അതെല്ലാം വേറെ രീതിയിലാണ് എടുക്കുന്നതെന്നും സ്ട്രിക്റ്റായി പറഞ്ഞു. ദീപികയും ഇത് സമ്മതിച്ച് നിതീഷിനോട് ഇനി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ലോകേഷ് പോലീസിനോട് പറഞ്ഞു. ദീപിക താൻ പറഞ്ഞതനുസരിച്ച് നിതീഷിനോട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ദേഷ്യത്തിൽ നിതീഷ് ദീപികയെ കൊലപ്പെടുത്തിയതാകാം എന്നുള്ള അയാളുടെ സംശയവും ലോകേഷ് പോലീസിനോട് പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞ പോലീസ് നിതീഷിനെ അന്വേഷിക്കാനായി തുടങ്ങി. പക്ഷേ അവൻ ആ വീട്ടിലോ ഗ്രാമത്തിലോ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ പോലീസിന് അവൻ്റെ മേലെ ഉണ്ടായിരുന്ന സംശയവും കൂടി. അങ്ങനെ പോലീസ് അവൻ്റെ ഫോൺ നമ്പർ ട്രേസ് ചെയ്യാനായി തുടങ്ങി. സ്വിച്ച് ഓഫ് ആയിരുന്ന മൊബൈൽ ഫോൺ പെട്ടെന്ന് ഒരു തവണ ഓണായി. അങ്ങനെ ഓണായപ്പോൾ അത് വിജയനഗരിയിലുള്ള ഹോസ്പേട്ട് എന്ന സിറ്റി ടവറിലാണ് കാണിച്ചത്. ഉടനെ തന്നെ പോലീസ് അവിടെ എത്തി നിതീഷിനെ അന്വേഷിച്ച് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ നിതീഷ് നടത്തിയ കൺഫെഷൻ ഇതാണ്. ദീപികയുടെ ഭർത്താവ് പറഞ്ഞതുപോലെ ദീപികയും നിതീഷും വളരെ ക്ലോസ് ആയിരുന്നു. എന്നാൽ ദീപിക പെട്ടെന്ന് നിതീഷിന്റെ കൂടെയുള്ള കോണ്ടാക്ട് നിർത്തിയത് നിതീഷിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ദീപിക കോണ്ടാക്ട് എല്ലാം നിർത്താമെന്ന് പറഞ്ഞ ഉടനെ നിതീഷ് ദീപികയെ വിളിച്ചു. റിംഗ് പോയി എങ്കിലും ദീപിക കോൾ എടുത്തില്ല. ഇങ്ങനെ ദീപികയ്ക്കും നിതീഷിനും കോണ്ടാക്ട് ഇല്ലാതായി 15 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ജനുവരി 20-ാം തീയതി നിതീഷ് ദീപികയ്ക്ക് ഫോൺ ചെയ്ത് ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ഇത് കേട്ട് ദീപിക അവനെ വിഷ് ചെയ്തു. എന്നാൽ നിതീഷ്, ഫോണിൽ നീ എന്നെ വിഷ് ചെയ്യണ്ട, എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇത്തവണയും എനിക്ക് നിന്നെ നേരിട്ട് കാണണം, എന്നിട്ട് നീ എന്നെ നേരിട്ട് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. എന്നാൽ ദീപിക ഇതിന് സമ്മതിച്ചില്ല. അവൾ കോൾ കട്ട് ചെയ്ത് സ്കൂളിലേക്ക് പോയി. എന്നാൽ അപ്പോൾ മുതൽ ദീപികയുടെ ഫോണിലേക്ക് നിർത്താതെ കോൾ ചെയ്ത നിതീഷ് ദീപികയോട് മേലുകോട്ടയിലുള്ള യോഗ നരസിംഹസ്വാമി ടെമ്പിളിലേക്ക് വരാനായി റിക്വസ്റ്റ് ചെയ്തു. നിതീഷിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവൻ പറഞ്ഞ സ്ഥലത്ത് പോയി അവനെ വിഷ് ചെയ്യാമെന്ന് ദീപികയും തീരുമാനിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ആ മലയുടെ അടിവാരത്തിൽ നിന്ന് രണ്ടുപേരും സംസാരിക്കാനായി തുടങ്ങി. അങ്ങനെ ആ സംസാരം പതുക്കെ മുറുകി ഒരു വഴക്കായി മാറി. ഇതിനിടയിൽ നിതീഷ് ദീപികയെ അടിക്കാനായി തുടങ്ങി. ഇങ്ങനെ അവൻ അടിക്കാൻ തുടങ്ങുന്നതും വഴക്കിടുന്നതും അവിടെ വന്നിട്ട് പോയ ചില ടൂറിസ്റ്റുകൾ കണ്ടു. അതിൽ അവിടെ ദൂരെ ഉണ്ടായിരുന്നൊരു വ്യക്തി അത് ഫോണിൽ വീഡിയോയായും എടുത്തു. ഇത് ശ്രദ്ധിച്ച നിതീഷ് കരഞ്ഞുകൊണ്ടിരുന്ന ദീപികയെ കൺവിൻസ് ചെയ്ത് അവിടെ നിന്നും ടൂറിസ്റ്റുകൾ ആരും കാണാത്ത മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നതും അവൻ ദീപികയോട് തൻ്റെ കൂടെ പഴയതുപോലെ ഫോണിൽ സംസാരിക്കണമെന്നും ഇടപെടണമെന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാനായി തുടങ്ങി. എന്നാൽ ദീപിക, അതൊന്നും പറ്റില്ല, എനിക്കെൻ്റെ ഭർത്താവും കുഞ്ഞുമാണ് വലുത്, അതുമാത്രമല്ല ഇത് നമ്മൾ കാണുന്ന അവസാനത്തെ ദിവസമായിരിക്കണം, ഇനി എന്നെ കാണാനായി നീ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു പോകാനായി തുടങ്ങി. എന്നാൽ
എന്നാൽ ദീപിക എങ്ങനെ പോകുന്ന സമയത്ത് പിറകിൽ നിന്നും അവളുടെ ഷോൾ പിടിച്ച നിതീഷ് ആ ഷോൾ അവളുടെ കഴുത്തിൽ ചുറ്റി വലിച്ചു. ഇങ്ങനെ ചെയ്തതിൽ താഴേക്ക് വീണ ദീപികയുടെ മുഖത്ത് അവിടെ ഉണ്ടായിരുന്നൊരു വലിയ പാറക്കല്ലെടുത്ത് അവൻ ഇടാനായി തുടങ്ങി. ആ പാറക്കല്ല് വന്നു വീണതിൽ ദീപികയുടെ മുഖം തകർന്ന് രക്തം തെറിച്ചു. അതേസമയം തന്നെ അവൻ ദീപികയുടെ ഷോൾ എടുത്ത് അവളുടെ മുഖവും കഴുത്തിലുമായി മൂടി ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ ചുറ്റി ഞെരിക്കുവാനായി തുടങ്ങി. ശ്വാസം വിടാനാകാതെ പിടയ്ക്കാൻ തുടങ്ങിയ ദീപിക കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ മരണപ്പെട്ടു. ഇതിനുശേഷം അവിടെ തന്നെ 2 അടി ആഴത്തിൽ ഒരു കുഴി തോണ്ടി ദീപികയുടെ മൃതദേഹം അതിലിട്ട് നിതീഷ് മറവ് ചെയ്യുന്നു. അതിനുശേഷം അവൻ്റെ മൊബൈൽ എടുത്ത് അവൻ്റെ അച്ഛന് അവനൊരു വോയിസ് മെസ്സേജ് അയച്ചു. അതിൽ, "അച്ഛ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. എന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ട. അനിയത്തിക്ക് ഒരു നല്ല പയ്യനെ നോക്കി വിവാഹം കഴിപ്പിക്കണം" എന്നാണ് അവൻ വോയിസ് മെസ്സേജ് അയച്ചത്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ദീപികയുടെ മൊബൈൽ ഫോണും അവൻ്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം അവിടെ നിന്നും പോയി എന്ന് നിതീഷ് കൺഫസ് ചെയ്തു. ദീപികയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അത് വന്നാൽ മാത്രമേ ദീപികയെ അവൻ എന്തൊക്കെ ടോർച്ചർ ചെയ്താണ് കൊലപ്പെടുത്തിയത് എന്ന് പൂർണ്ണമായും അറിയാനായി കഴിയൂ. നിതീഷിന്റെ അച്ഛൻ ആ ഏരിയയിൽ കുറച്ച് പിടിപാടുള്ള ആളായതുകൊണ്ടാണ് പോലീസ് തുടക്കത്തിൽ ഈ കേസ് സീരിയസ് ആയി അന്വേഷിക്കാതിരുന്നത് എന്നും പറയപ്പെടുന്നു. നിതീഷ് ദീപികയോട് വഴക്കിടുന്നത് ആ സമയത്ത് ഒരു വ്യക്തി വീഡിയോയായി എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ 13 സെക്കൻഡ് വീഡിയോയാണ് ഈ കേസിലെ പ്രധാന എവിഡൻസ് ആയി മാറിയത്. ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ ഒരളവിന് മുകളിൽ വളരുന്ന എല്ലാ റിലേഷൻഷിപ്പുകളും ടോക്സിക് ആണ്. ഇവിടെ അവൻ എനിക്കൊരു അനിയനെ പോലെയാണ് എന്ന് തുടങ്ങിയ ബന്ധം എവിടെ പോയാണ് അവസാനിച്ചതെന്ന് കണ്ടില്ലേ? ഇവിടെ നഷ്ടം വന്നിരിക്കുന്നത് ലോകേഷിനും ആ 8 വയസ്സുള്ള കുഞ്ഞിനും മാത്രമാണ്. നമുക്ക് ചുറ്റും ഇപ്പോഴും ഇതുപോലുള്ള ഒരുപാട് ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്രൈമുമായി ക്രൈം ടൈമിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.